പ്രണയ ഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു Thank you. Bye. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ 3:15 എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ പോകാൻ വേണ്ടി പുറപ്പെട്ടു. ഞാൻ, ദേവേട്ടൻ, അതുപോലെ ആദി, അമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ് വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ദേവേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇജുവേട്ടൻ. ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. രാവിലെ 4 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ കാഞ്ചനമാലയുടെയും മോതിൻ്റെയും മുക്കത്ത് കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് എനിക്ക് ഉറങ്ങാനുള്ളൊരു പ്രവണത വന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് കണ്ണുർ നോക്കുമ്പോഴേക്കും വെളിച്ചമായിരിക്കണു. ഒരു പാലത്തിൽ കൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. എന്തായാലും സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങടെ പോകുന്നതെന്ന് പറയാട്ടോ. ഞങ്ങൾ കണ്ണൂരിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് പാലക്കാട് നിന്നും കണ്ണൂർ വരെയുള്ളൊരു യാത്രയായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് സ്ഥലം വരുമ്പോൾ പറയാമേ. നമ്മളിപ്പോൾ ഉള്ളതാണ് വടകര പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടകര പാലത്തിന്റെ പ്രത്യേകത ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ ഇത് മനുഷ്യന്മാർ അത് മേക്കപ്പ് ഇല്ലാത്തത് കൊണ്ട് സ്വന്തം മുഖം കാണിക്കാൻ സമ്മതിക്കാത്ത വ്ളോഗർ. നമ്മളൊക്കെ കുറെ മേക്കപ്പ് ഇട്ടിട്ടല്ലേ ജാങ്കോ? മേക്കപ്പ് ഇടാതെ കാണിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, നമ്മളൊരു യാത്രക്ക് ചിലപ്പോ തിരിച്ചറിയില്ല ഇത് ഏത് ഈ പെണ്ണിയേക്ക്. കമന്റ് ബോക്സിൽ നിങ്ങളെ വേറെ പെണ്ണിലൂടെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവം? അതാരാന്നൊക്കെ അമ്പലത്തിലോട്ടൊക്കെ യാത്ര പോകുമ്പോൾ അതിൻ്റെതായ ലുക്ക് വേണ്ടേ? പിന്നെ ആക്സസറീസ് ഒക്കെ എൻ്റെ ബാഗിലാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റ് ആയാലാണ് അതിൻ്റെ ഒരു ലുക്ക് വരും. രാവിലെ എണീറ്റ് കിടന്നുറങ്ങുന്ന ഒരാൾ എണീറ്റിരിക്കുന്നു. ആകെ റോഡ് പണി നടക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് റോഡ് മൊത്തം നമുക്ക് കണ്ടോ, നിങ്ങൾ കാണും എല്ലായിടത്തും JCBയും. തലശ്ശേരിയിലെ ബീച്ചാണിത്, തലശ്ശേരി. എല്ലാവരും ഇവിടെ വരണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഇജുവേട്ടാ? ഇതാണ് നമ്മുടെ ഇജുവേട്ടൻ. നേരത്തെ ഇരുട്ടതായതുകൊണ്ട് കാണാൻ പറ്റാത്ത ഇജുവേട്ടനെ നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ആളാണ് ഇജുവേട്ടൻ. ഇജുവേട്ടൻ എന്നൊക്കെ വളരെ റെയറായ ആൾക്കാരെ വിളിക്കാറുള്ളൂ. സാധാരണ ഞങ്ങൾ മറ്റു പല പേരുമാണ് വിളിക്കാറ്. ദേവേട്ടൻ എപ്പോഴും വിളിക്കാറുള്ളത് തടിയാണ്. കുഞ്ഞുട്ടൻ, അതാണ് അമ്മ വിളിക്കുക, കുഞ്ഞുട്ടൻ. പണ്ട് ഞാൻ പിന്നെ തടിയാന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ ഞാനും പിന്നെ ഒരേ തടിയാ. അതുകൊണ്ട് തടിയാന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ആനക്കാരൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ആളാണ്. അതാണ് ആനപ്രേമി. ആനയുടെ എന്ത് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് പറശ്ശിനിക്കടവിലോട്ടാണ്. കണ്ണൂരുള്ള പറശ്ശിനിക്കട അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ദേവേട്ടൻ ഇതുവരെ പോയിട്ടില്ല. ദേവേട്ടൻ അമ്മയും ഫസ്റ്റ് ടൈമാണ്. ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അപ്പൂന്റെ ചോറ് പണ്ട് പോയിട്ട് പറഞ്ഞ പോയിട്ടുള്ളത് 1985 കണ്ടു. 85 ഞാൻ ജനിച്ചത് അതിന് ശേഷമാണ്. അല്ലാണ്ട് പോയതൊന്നുമല്ല. എന്റെ അനിയന്റെ ചോറൂടിന് വേണ്ടി ഞാൻ പോയതാണ്. പോയിന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. അത് പോയിന്ന് കണക്കാക്കാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 8 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം തലശ്ശേരി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ
ഇനി പറശ്ശിനിക്കടവിലേക്ക് എത്ര ദൂരം ഉണ്ടാ? ഒരു 10-30 കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ്. ഞങ്ങളൊരു 8:30 ആകുമ്പോഴേക്കും പറശ്ശിനിക്കടവിൽ എത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു നിമിഷം നിർത്തിയേക്കാം. ഒരു നിമിഷം ഒന്നും പോരാ, ഒരു അരമണിക്കൂർ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അമ്മ പാവം യാത്ര ചെയ്ത് തളർന്ന് ക്ഷീണിച്ച അവശയായി അവിടെ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. തന്നെ അവിടെ കിട്ടിയ ചാൻസിൽ ഫോൺ എടുത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഞാൻ കുറേ നേരം വ്ളോഗ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ പാട്ടിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇനി വ്ളോഗ് എടുക്കുന്നില്ല. ഇനി അവിടെ ചെന്നിട്ട് വ്ളോഗ് അതുവരെ എനിക്ക് പാട്ടിടണം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി പൂരി മസാലയാണ് ഞങ്ങൾ കഴിച്ചത്. പക്ഷെ ഫുഡ് കഴിക്കണ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വഴി അവിടെ എത്തിയപ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയി, എവിടെയാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലം എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവായൂർ ടെമ്പിളിലൊക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ സ്വതവേ ഒരുവിധ അമ്പലങ്ങളിലൊക്കെ ഉള്ള പോലെ അമ്പലത്തിന് മുന്നിൽ ഒരുപാട് ഷോപ്പുകളും പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അതിനുള്ളിലൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിനകത്തോട്ട് എത്തുന്നു. പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ശ്രീ മുത്തപ്പനാണ് പ്രതിഷ്ഠ ഉള്ളത്. വഴിപാട് കൗണ്ടറിൽ ചെന്നപ്പോൾ സാധാരണ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകളാണ് ഇവിടെ ഉള്ളത്. ഏതാ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. വളപട്ടണം നദിക്കരയിലാണ് ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് നദിയിൽ പോയി ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ശുദ്ധം വരുത്തിയിട്ടാണ് അമ്പലത്തിലോട്ട് കയറുക. ഈ അമ്പലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ അങ്ങനെ ജാതി ഭേദമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ് ഈ പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. ഇവിടെ വലിയ മുത്തപ്പൻ, ചെറിയ മുത്തപ്പൻ, അങ്ങനെ 2 പ്രതിഷ്ഠകളാണ്. അപ്പോൾ തെയ്യം കെട്ടി ആടുമ്പോൾ ഈ 2 പേരും മഹാവിഷ്ണുവിനെ ശിവനെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നിട്ട് അവർ നമ്മളോട് നമ്മുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മന്ത്രമൊക്കെ ജപിക്കുന്നു. ക്ഷേത്രത്തിനകത്തോട്ട് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ അകത്ത് പോയി തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവിടെ പ്രസാദമായിട്ട് വൻപയർ വേവിച്ചതും അതുപോലെ നാളികേരത്തിൻ്റെ കഷ്ണവും നമുക്ക് പ്രസാദമായിട്ട് കിട്ടിയിരുന്നു. അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങളവിടെ ബോട്ടിങ്ങിലൊന്ന് പോകാൻ തീരുമാനിച്ചു. വളരെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളവിടെ ബോട്ടിങ്ങിലൊന്ന് പോയി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബോട്ടിങ്ങിന് പോയപ്പോൾ. നമ്മൾ ബോട്ടിലിരുന്നുകൊണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നല്ല കാറ്റും നല്ലൊരു സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്നുണ്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിൽ വളരെയധികം എൻജോയ് ചെയ്തു. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഡാൻസ് ചെയ്യാം. അതുപോലെ തന്നെ അത് അപ്സ്റ്റേഴ്സ് ഉള്ള ഒരു ബോട്ടായിരുന്നു. അപ്പോൾ അത് മുകളിലിരിക്കണമെങ്കിൽ നമുക്ക് മുകളിൽ ഇരിക്കാം. ഹൗസ് ബോട്ട് ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു ബോട്ടായിരുന്നു അത്. അതിനകത്ത് തന്നെ റൂംസൊക്കെ അവൈലബിൾ ആണ്. അടിച്ചിട്ടൊന്നും കാര്യമില്ല. കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഹലോ ഹായ്. അങ്ങനെ നമ്മളിതാ പറശ്ശിനിക്കടവിൽ നിന്നും തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ പോയി. അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പറശ്ശിനിക്കടവിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പറശ്ശിനിക്കടവ്. ഇവിടെ ഒരു പ്രാവശ്യം പണ്ടെങ്ങാണ്ട് 1985 വന്നിട്ട്. അതിലാണ് ഞങ്ങൾ ആരും പറശ്ശിനിക്കടവിൽ വന്നിട്ടില്ല. നല്ല അടിപൊളി ദർശനം. സോറി, 2005 അവൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവൾക്ക് 4 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല ദർശനമായിരുന്നു. വന്നു ആ കുളത്തിലെ കാലൊക്കെ കഴുകി. സോറി കായലിൽ ഞങ്ങൾ കായും കാലൊക്കെ കഴുകി നമ്മൾ അമ്പലത്തിൽ കയറി ദർശനം. അത്യാവശ്യം നല്ല പുഴയാണോ അത്? കായലല്ലേ? മണ്ടത്തരങ്ങളുടെ ഒരു പർവ്വതീസയാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോയി നല്ല ദർശനമായിരുന്നു. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ മുത്തപ്പനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെ പോകണം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം. പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്രയുമാണ് ഇപ്പോഴത്തെ വാർത്തകൾ വായിക്കുന്നത്. അപ്പോൾ ബാക്കി അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് പോകുന്ന വഴിക്ക് സ്നേക്ക് പാർക്ക് കണ്ടു. അപ്പോൾ ആദ്യം അവിടേക്ക് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് ഒന്ന് കയറി എല്ലാം കണ്ടിട്ടാണ് വന്നത്. അവിടെ സ്നേക്സ് മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് എനിമൽസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ടാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോയത്. അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. കൊണ്ടിരിക്കുന്ന പപ്പയും മകനും അത് അവരുടെ ഫ്രണ്ടുമായി വളരെയധികം ചാറ്റിങ്ങാണ്. ഭാര്യയുടെ അതേപോലെ ഇതിനെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ഓർമ്മ വരും.
ഇവിടെ വെച്ചാണ് കുഞ്ചാക്കോ ബോബൻ്റെ ഗിർ എന്ന് പറയുന്ന ഫിലിമിൽ സെറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അവരെ സെറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ അവിടുന്ന് സ്ട്രൈറ്റ് രാമേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാമേട്ടന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിനകത്ത് കയറിയിട്ടു. അവിടെ നല്ല അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കണ്ടിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പട്ടാമ്പിയിലോട്ടൊക്കെ ഇതേപോലെ ഗിഫ്റ്റ് കൊറിയർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാമേട്ടൻ്റെ വീട്. രാമേട്ടനെ കാണിക്കാം. ഇതാണ് രാമേട്ടൻ. എന്നെ പറ്റി രാമേട്ടൻ 2 വാക്ക് പുകഴ്ത്തി പറയും. ദേവ 2 വാക്ക് 2 അക്ഷരമല്ല. നീ എഡിറ്റ് ചെയ്ത് ഇടുമല്ലോ അല്ലേ? കൊളാക്കി പറഞ്ഞാൽ കട്ട് ചെയ്തോളെ. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ് ഖത്തറിൽ. ഹി സ്മാർട്ട്, വെരി വെരി സ്മാർട്ട്, ഓവർ സ്മാർട്ട്, നോട്ട് ഓവർ സ്മാർട്ട്. അങ്ങനെ കുറേ കാലം കൂടി 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം 2 വർഷമല്ല 4 വർഷം, ഏകദേശം 4 വർഷത്തോളായി ഞങ്ങൾ ഓരോ ഓഫീസിൽ ഒരു റൂമിൻ്റെ അകത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 4 കൊല്ലം 5 കൊല്ലം പണിയെടുത്ത ആൾക്കാരാണ്. തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഓൾമോസ്റ്റ്. രാമേട്ടൻ ജോയിൻ ചെയ്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ അവസാനം വരെ ഓൾമോസ്റ്റ് ഞാൻ പോന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞാൽ രാമേട്ടൻ പോയി. അങ്ങനെ ഒരു 5 കൊല്ലത്തോളം ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ വീണ്ടും ഇപ്പോഴാണ് കാണുന്നത്. ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ്. അതെ, ഇതേമാതിരി കുറേ ആൾക്കാരുണ്ട് അവിടെ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരാളെ കാണാൻ കിട്ടിയില്ല. ഇനി ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും അവർ വീട്ടിലോട്ട് നമ്മളെ ക്ഷണിച്ചാൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചു പോവാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അമ്മേടാ ബൈ. ശരി ബൈ. ഓക്കെ, അപ്പോൾ പോവാം. ഓക്കെ, ഹായ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച അവശരായി രാമേട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാനാണ്. ഇപ്പോൾ സമയം 4:30 ഞങ്ങളുടെ ബീച്ച് പോക്കാണ് ഇനി അടുത്തത്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. ഇവിടെ ഒരാൾ ആകെ ക്ഷീണിതനായി, വയറ് കണ്ടു 4 മാസം കയറി. അപ്പം ഞങ്ങൾ സ്ഥലം ചേഞ്ച് ആക്കി. ആദ്യം ഫ്രണ്ടിലോട്ട് തട്ടി. ഫുഡ് സൂപ്പർ ആയിരുന്നു ഗൈസ്, അടിപൊളി ഫുഡ്. ആ ഫുഡിന്റെ ക്ഷീണമാണ് ഗൈസ് ദേവേട്ടൻ. ഞങ്ങൾ അവിടെ ചെന്ന വഴിക്ക് ഫുഡ് കഴിക്കാനാണ് ആദ്യം കയറിയത്. ഞങ്ങൾ അധികം സംസാരിച്ചു. ഞാൻ രാമേട്ടനെ വർഷങ്ങൾക്ക് ശേഷം കാണുമായിരുന്നു, പക്ഷെ എങ്കിലും സംസാരിക്കാനൊന്നും വന്നില്ല. ആദ്യം ഫുഡ് കഴിക്കാൻ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡിന്റെ കാര്യം കണ്ടപ്പോൾ ഇവള് യൂട്യൂബ് എടുക്കുന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയ കുറച്ച് വീഡിയോസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. പക്ഷെ ഫുഡ് അതിഗംഭീരമായിരുന്നു. ചേച്ചിയുടെ വക ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെന്തായിരുന്നു, ചോറ്, സാമ്പാർ, ഉപ്പേരി, പിന്നെ മറ്റേ സാലഡ്, വാഴപ്പിണ്ടിയൊക്കെ ഇട്ട സാലഡ്, അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കട്ടോ. അങ്ങനെ കുറെ കിടിലൻ ഫുഡ്. അത് കഴിഞ്ഞിട്ട് കുറെ ഫ്രൂട്ട്സ്, അത് കഴിഞ്ഞിട്ട് സാലഡ്, അങ്ങനെ ഇങ്ങനെ ജ്യൂസ്, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. ആദ്യം കുറച്ച് ചോക്ലേറ്റ്സ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായ ഒരു അവിടുത്തെ ഒരു വാം വെൽക്കം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് ഞങ്ങൾക്ക് കുറച്ച് അവിടെ ശരിക്കും സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് അവർ കുറേ നിർബന്ധിച്ചു. പക്ഷെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളും കുറെ നിർബന്ധിച്ചു, നിൽക്കട്ടെ. പക്ഷെ അവർ വേണ്ട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആദിക്ക് ബീച്ചിൽ പോകണമെന്നാണ് ആദ്യം അടുത്ത ആഗ്രഹം. ആ ആഗ്രഹം ഇന്ന് നടപ്പിലാകുമോ അല്ലെങ്കിൽ വെളിച്ചത്തിൽ അത് നടക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം.
അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ഇന്റർവെൽ. എന്തിന് ബീച്ച് കൊണ്ടാക്കാനോ? ഇരിക്കുന്ന ആളറിയോ? ഇപ്പുറത്തിരിക്കുന്ന ആളറിയോ? അതാരറിയോ? പപ്പയ്ക്ക് നേരെ ആരെങ്കിലും നോക്കിയാ മാമാന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായോ? പപ്പയ്ക്ക് ചോദിക്കാനും പറയാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, ശലഭം വഴിമാറും മിഴിരണ്ടിലും നിൻസമ്മതം, ഇളവി പകരം തരും ചുടിരണ്ടിലും നിൻസമ്മതം, സളകിലുങ്ങുന്ന താളം പോലെ. അതൊന്നും പറ്റില്ല, അതെല്ലാം സംഭവം തന്നെയാണ്. താമരപ്പൂവാഴും ദേവിയല്ലോ നീ, നിലാക്കടവിൽ പുണ്യമല്ലോ നീ. ഓ അത് നീ ചോടിക്കോ. അമ്മ ടോജോ വെള്ളത്തൊരു സായിപ്പ് തുണി കഴിച്ച് കാണിച്ചു. പാട്ടിയേ എനിക്കാണല്ലോ പോണത്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കുറച്ച് നേരം അങ്ങനെ പോയി കളിച്ചു. തിരിച്ചു പോവാണ് ഗൈസ്, വീട്ടിൽ പോകണം. ഇതാണ് നമ്മുടെ പട്ടാമ്പി. ഇപ്പോൾ സമയം 1:18. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പട്ടാമ്പിയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ നേരത്തെ ആദ്യമായിട്ടാണ് നമ്മൾ പട്ടാമ്പി കാണുന്നത്. നമ്മളല്ല, നീ. ഞാൻ ഈ സമയത്ത് ദേവേട്ടന്റെ ഞാൻ മാത്രമാണ് ഗൈസ് കോമഡികളും ഞാൻ മാത്രമാണ് ഗൈസ് ഉറങ്ങാത്തത്. ഇവരെല്ലാവരും ഉറങ്ങി ഗൈസ്. ലാസ്റ്റ് 10 മിനിറ്റാണ് ഗൈസ് ഇവിടെ എണീറ്റ് വന്നത്. ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് ആകെ 10 കിലോമീറ്റർ ഉള്ളൂ. എത്ര ആണെങ്കിലും ശരി, എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ കിടന്നുറങ്ങാമല്ലോ. ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗൈസ്? പറയൂ. അവരല്ല, നിങ്ങൾ പറയൂ ഗൈസ്. എന്റെ കൂടിയിരിക്കുന്ന ഗൈസിനോട് ഞാൻ ചോദിച്ചു. വളരെ നല്ല അഭിപ്രായം. രാവിലെ പുലർച്ചെ 4 മണിക്ക് പോയി വൈകുന്നേരം രാത്രി 2 മണിക്ക് തിരിച്ചെത്തിയ ഈ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ഭയങ്കര വിഷമമുണ്ട്. നാളത്തെ എന്ത് കാര്യം? ഇത്ര നേരം വണ്ടിയിൽ പോത്ത് പോലെ കിടന്നുറങ്ങിയ അവള് വീണ്ടും റോഡ് കാണിച്ചു തുടങ്ങി. കിടന്നുറങ്ങാൻ തുടങ്ങിയതാണ്. ഈ ഉറങ്ങിയതിന് ഇങ്ങനെ ഈ മനുഷ്യൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല.
കൊയിലാണ്ടി തൊട്ട് നാളെ രാവിലെ തൊട്ട് രാത്രി വരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഒരു നിമിഷം പോലും കണ്ണിമ വെട്ടാതെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. വേണം, അത് വേണം. പിന്നെ ഉത്തരവാദിത്തല്ലേ, ഉത്തരവാദിത്ത ബോധം വേണം. ഞാൻ അങ്ങനെയാണ്. നാളെ ഇനി രാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ട ഞാനാണ്. ഞാൻ ഈ ഉറങ്ങുന്നതിനെ പറ്റിയിട്ട് ദേവേട്ടൻ ഇങ്ങനെ വാചാലമായി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ദേവേട്ടന്റെ ക്യാഷ് കുറച്ച് ചെലവായതുകൊണ്ട് ദേവേട്ടൻ ഒരു രൂപ പോലും ചെലവാക്കാതെ കണ്ണൂര് വരെ പോയി വന്ന പലരും എന്റെ കൂടെ അവിടെ വന്നിട്ട് പല സ്ഥലത്തും ഞാൻ പൈസ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു വരും. വന്നിട്ട് പറയും അയ്യോ ഫോൺ എടുത്തില്ല, ഗൂഗിൾ പേ ഇല്ല എന്ന് പറയും. ഒരു സ്ഥലത്ത് വന്നിട്ട് വേറെന്തോന്ന് പറഞ്ഞല്ലോ കാർഡ് എടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കടയിൽ വന്ന് ഓരോ ന്യായം പറഞ്ഞു. ഒരു രൂപ പോലും ചെലവാക്കാതെ കണ്ണൂര് വരെ പോയി വന്നിരിക്കുകയാണ് എന്റെ ഭാര്യ. ഞാൻ ഫോണിൽ ചാർജ് ഇല്ല ഗൈസ്. നാട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ആരുമില്ലാത്ത ഞങ്ങളുടെ ശാന്തസുന്ദരമായ നാടാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾ മാത്രമേ താമസം. വഴിയുണ്ട്. റോഡ് എന്തായാലും ഓപ്പൺ. 2 മണിയാണ് ഇപ്പോൾ വന്നിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.